ഹായ് ഗൈസ്, ഇന്നൊരു കിടിലൻ ഗെയിം നോക്കാൻ പോവാണ്. വെസ്ലീസോ എന്നാണ് ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. സൂപ്പർ ഗെയിം ആണെന്ന് വെച്ചാൽ കാറ്റലൻ ഓപ്പണിംഗ് ആണ് കേട്ടോ. നമുക്ക് ഡീപ്പായിട്ട് പോയി ഓപ്പണിങ്ങിലോട്ട് എങ്ങനെയാണ് ഗ്രാൻഡ് മാസ്റ്റർ തിങ്ക് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു ഒറ്റ ഗെയിം കൊണ്ട് തന്നെ നിങ്ങളുടെ കളി ഇമ്പ്രൂവ് ആവും. സോ നോർമലി ഇവിടെ കളിച്ച മൂന്നാണ്. ഫസ്റ്റ് മൂന്ന് പറയുമ്പോഴത്തേക്കും D4 ആണ്. D4 അറിയാലോ, സ്ട്രോങ് മൂവ് ആണ്. നോർമലി കളിക്കുന്ന മൂന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും E4 ആണ് കുറെ പേര് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഇത് ക്യൂൻ സ്പോൺ എന്ന് പറയുന്നത്. ക്യൂൻ സ്പോൺ സെൻട്രലിൽ രണ്ട് സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ബ്ലാക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ D5 പുഷ് ചെയ്തിട്ട് സെൻട്രൽ നമ്മുടെ രണ്ട് സ്ക്വയർ കൺട്രോൾ ചെയ്തു. ഓക്കെ, ബ്ലാക്കിന്റെ എനിക്ക് വൈറ്റാ ഷേക്കോ അങ്ങനത്തെ ഒരു സംഭവം പേരാണ് ഈ കൃത്യം അറിയത്തില്ല, ഒരു പ്രത്യേകതരം പേര്. അപ്പം വേണമെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. സോ D4 D5 കളിച്ചു. സോ ഇവിടെ കളിച്ച മൂവ് C4. ഈ ഓപ്പണിന്റെ പേരാണ് ക്യൂൻസ് ഗ്യാമ്പിറ്റ് എന്ന് പറയും. ക്യൂൻസ് ഗ്യാമ്പിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാണ് ഫെമിലൈസ് ആയി കാണും. മീൻസ് ഇത് ടേക്ക് ചെയ്ത ക്യൂൻസ് ഗ്യാമ്പിറ്റ് അക്സെപ്റ്റഡ്, വെട്ടിയില്ലെങ്കിൽ ഇത് ക്യൂൻസ് ഗാംബിറ്റ് ഡീക്ലൈൻഡ്. ഇവിടെ കളിച്ച മൂന്ന് നമ്മൾ E6 ആണ്. അപ്പോൾ ഇത് ക്യൂൻസ് ഗാംബിറ്റ് ഡീക്ലൈൻഡ് ആണ്. ഓക്കെ, സോ നല്ല പോൺ സ്ട്രക്ചർ ഉണ്ട്. E6 ബിഷപ്പ് ഡെവലപ്മെന്റ് ഒക്കെയാണ്. സോ ഇവിടെ സോ കളിച്ചെന്ന് പറയുമ്പോഴത്തേക്കും സോ എന്നാൽ വെസ്ലീസ് എന്നാണ് ഗ്രാൻഡ് മാസ്റ്ററിന്റെ പേര്. പുള്ളി ഫിലിപ്പിയൻകാരനാണ്. എനിക്ക് തോന്നുന്നു US ഒക്കെയാണ് ഇപ്പൊ കളിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾക്കൊന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. സോ നൈറ്റ് F3 കളിച്ചു, നൈറ്റ് F6 കളിച്ചു. അറിയാമല്ലോ, ഡെവലപ്പിംഗ് മൂവ് നൈറ്റിനെ ഡെവലപ്പ് ചെയ്തു, സെന്ററിനെ സപ്പോർട്ട് ചെയ്തു. കൈൻഡ് ഓഫ് സിമെട്രി ആണ് ഇവിടെ നോക്കുമ്പോഴത്തേക്കും കേട്ടോ. സോറി, ഇവിടെ നോക്കാം. അടുത്ത മൂവ് G3 കളിച്ചു. ഇവിടെയാണ് ഓപ്പണിംഗ് മാറിയിട്ടുള്ളത്. ഇതെന്താ ഓപ്പണിംഗ് നിങ്ങൾക്ക് അറിയാം എന്താ ഓപ്പണിംഗ് എന്ന്? ഈ ഓപ്പണിംഗ് ആണ് കാറ്റലാൻ. ഈ ബിഷപ്പിനെ ഇപ്പോൾ കാറ്റലാൻ ബിഷപ്പ് എന്ന് പറയും. നല്ല ഇൻട്രസ്റ്റിംഗ് ഓപ്പണിംഗ് ആണ്. പൊസിഷനിലാണ് കൂടുതലും പറയുന്നത്. അറ്റാക്കിങ് വളരെ കുറവാണ്. നല്ല പൊസിഷണൽ പ്ലേ ആണ്. ഗ്രൈൻഡിങ് ആണ്. ഗ്രൈൻഡിങ് എന്ന് പറയും. പൊസിഷണൽ പ്ലേക്ക് കൂടുതലും പറഞ്ഞാൽ ഗ്രൈൻഡിങ് എന്ന് പറയും. കാർപ്പോ കളിക്കുന്നത് ഗ്രൈൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കളിച്ചിരിക്കുന്ന മാഗ്നസ് കാൾസനും മനീഷ് ഗിരിയാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് കളിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താ കളിച്ചെന്ന്. സോ ഇവിടെ ബിഷപ്പ് E7 കളിച്ച്. നോർമലി ഇവിടെ കളിക്കുന്ന മൂവ് എപ്പോഴും ഇത് ഇങ്ങനെ കളിക്കും. ബിഷപ്പ് ചെക്ക് കൊടുത്തിട്ട് ഈ ബിഷപ്പ് D2 വന്നിട്ട് തിരിച്ച് ബിഷപ്പിനെ പോകാറുണ്ട്. ഇത് രണ്ടിനെ ക്ലോസ്ഡ് കാറ്റലാണെന്ന് പറയുന്നത്. ക്ലോസ്ഡ് കാറ്റലാൻ. ഇത് വെട്ടിക്കഴിഞ്ഞത് ഓപ്പൺ കാറ്റലാണെന്ന് പറയും കേട്ടോ. സോ നോക്കാം എന്താ കളിച്ചതെന്ന് ഇവിടെ. അറിയാം, നോർമൽ ബിഷപ്പ് G2 കളിച്ചത് എന്താ ഇത് കളിച്ച് വെച്ചുകൊണ്ടാണ്. ഇത് കാറ്റലാൻ ബിഷപ്പ് പറയും ഭയങ്കര സ്ട്രോങ് ആണ്. ഈ ബിഷപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബിഷപ്പ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഈ ഡയഗണൽ. അതാണ് സംഭവം. ഈ കാറ്റലാൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബിഷപ്പ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്നതാണ് കാറ്റലാൻ്റെ മെയിൻ ഒരു തീം കേട്ടോ. സോ അപ്പം അത് ക്യാൻസൽ ചെയ്തു. ഇവിടെ നോർമലി ചെയ്യേണ്ട മൂവ് എന്ന് പറയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. അതാണ് മെയിൻ മൂവ് കളിക്കുന്നത്. ഇവിടെ സ്ലോ സ്ലോ കളിച്ച മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും ക്യൂൺ C2 ഇതും കളിക്കാം, പ്ലേയബിൾ ആണ്. ഇവിടെ സപ്പോർട്ട് ചെയ്യും, ഈ പോണ സപ്പോർട്ട് ചെയ്യാം. നേരെ നേരെ വെട്ടിക്കഴിഞ്ഞാൽ അറിയാലോ. ഇവിടെ നോർമലി കളിക്കാന്ന് വെച്ചാൽ എന്താ കളിക്കുന്നത് വെച്ചാൽ C6 ആണ് ഇവിടുത്തെ മെയിൻ മൂവ്. C6. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ കളിച്ചിരിക്കുന്നതെന്ന്. ഇവിടെ കളിച്ച മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും ഉടനെ തന്നെ സെൻട്രൽ ബ്രേക്ക് ചെയ്ത് ഇവര് സോറി ഉടനെ തന്നെ സെൻട്രൽ ബ്രേക്ക് ചെയ്തിട്ട് ഇവര് C5 പുഷ് ചെയ്തു. കണ്ടോ? സോ C5 പ്രഷർ വന്നിരിക്കുകയാണ് ഇവിടെ. കണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും ഇവിടെ കളിച്ചതെന്ന്. ഇവിടെ കളിച്ച മൂന്ന് ആകുമ്പോൾ ഓൾറെഡി നമ്മൾ ക്യാൻസൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്തു. സിമ്പിൾ സിമ്പിൾ മൂവ്സ്. സോ എഗെയിൻ പ്രഷറൈസ് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ഇത് വെട്ടാം, ഇല്ല ഇത് വെട്ടാം. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ലൈനിലോട്ട് പോകും. വേണമെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഇട്ടേക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നോക്കണ്ട, കുഴപ്പമില്ല. ജസ്റ്റ് ഡീപ്പ് ലൈൻ അത് ഒരുപാട് കാൽക്കുലേഷൻ. പുള്ളിയെ ഈ ഗെയിം നോക്കിക്കോണം, നല്ല രസമാണ്. പുള്ളിയുടെ അൾട്ടിമേറ്റ് കാൽക്കുലേഷൻ കൊണ്ട് മാത്രമേ ഈ കളി ജയിക്കുന്നത്, ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല. നോക്കിക്കോണം, കാൽക്കുലേഷൻ ആണ് ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ വ്യത്യസ്തനാക്കുന്നത് സത്യം പറഞ്ഞാൽ സാധാ പ്ലെയറിൽ നിന്ന്. സോ ക്യാപ്ചർ ചെയ്ത് പുഷ് ചെയ്തു. ഇവിടെ ബിഷപ്പ് C5 അത്ര നല്ല മൂലം പറയുന്നത് കേട്ടോ. സോ ഇവിടെ ഇത് കൺട്രോൾ ചെയ്യാൻ കളിച്ചപ്പോഴത്തേക്കും ബ്ലാക്ക് എന്ത് ചെയ്തു, അത് പിന്നെയും പുഷ് ചെയ്ത് ആ സ്ക്വയറിന് സപ്പോർട്ട് കൊടുത്തേക്ക്. എന്ന് വെച്ചാൽ മേ ബി B4 ഒന്ന് പുഷ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിനാണ് സപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റൂക്കിനെ സെൻട്രലോട്ട് കൊണ്ടുവന്നു ഈ പോൺ അറ്റാക്ക് ചെയ്തു. അപ്പം പ്രഷർ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് രണ്ട് സൂപ്പർ പോണാണ് കേട്ടോ. ഇത് കളിച്ച് സപ്പോർട്ട് ചെയ്തു. E5 പുഷ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു. നല്ല പോൺ സെൻറ്റർ ഉണ്ട്. ഈ നമ്മുടെ പോൺസ് ഒക്കെ ഭയങ്കര വീക്കായിട്ടാണ് തോന്നുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഗെയിമാണ്. ഇപ്പം നമ്മൾ എന്ത് കളിച്ചെന്ന് നോക്കാം, എന്താ കളിച്ചെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. ഇവിടെ സൂപ്പർ മൂവ് കളിക്കും. ഇവിടെ ഡെവലപ്പ് ചെയ്യാത്ത രണ്ട് പീസുകളാണ്. ഒന്നല്ലേ, ഒന്ന് ഇത് കളിക്കാം, പക്ഷെ അത് പിന്നെയും ബാഡ് ആവും. പുഷ് ചെയ്താൽ പിന്നെയും തിരിച്ചു വരേണ്ടി വരും. ഇവിടെ കളിച്ച മൂന്ന് നമ്പർ സിമ്പിൾ മൂവ് ആണ്. അതാണ് നൈറ്റ് ടു C3. പിന്നിനെ വെച്ചിട്ടുള്ള കളിയാണ് മൊത്തം. എന്നിട്ട് പിന്നിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നൈറ്റ് നല്ല സ്ക്വയറിലോട്ട് വന്നു. ഇല്ലെങ്കിൽ നമ്മൾ മേ ബി നമ്മൾ നോക്കുമ്പോൾ ഇത് അറ്റാക്ക് ആകുന്ന D2 കളിക്കും, പിന്നെ മെനക്കേടാം. അതുകൊണ്ട് ഇച്ചിരി പ്രഷർ. അതുകൊണ്ട് നോർമൽ ഡെവലപ്പിംഗ് ഇപ്പം നല്ല സ്ക്വയറിലോട്ടൊക്കെ നല്ല കണ്ണുണ്ട് നൈറ്റിന്. നല്ല വീക്ക് സ്ക്വയറും ആണ്. ഇതൊക്കെ വീക്ക് സ്ക്വയർ ആണ് പൊതുവെ. സോ അവരെന്ത് ചെയ്തു, പോണിനെ വെട്ടി. ഇത് അത്ര നല്ല മൂലം എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഉടനെ തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അത് യൂട്ടിലൈസ് ചെയ്തു. ഈ സ്ക്വയർ ഇത് ഹോൾ എന്ന് പറയും. കാരണം പോൺ കൊണ്ട് ഈ സ്ക്വയറിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഹോളാണ് കേട്ടോ, ഹോൾ. സോ ആ ഹോളിലോട്ട് നൈറ്റ് വന്നിരുന്നു. ഇപ്പോ
ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ കൊള്ളാലോ, ഈ നൈറ്റിനെ വെട്ടിയാൽ പോലും സംഭവം പരിപാടി കഴിഞ്ഞല്ലോ, വെറുതെ ഒരു പോണൊക്കെ ഡബിൾ പോണൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞു, ഡബിൾ പോണല്ല വീക്ക് പോൺ ആവും എന്നൊക്കെ പറഞ്ഞിരിക്കുവാണെങ്കിൽ ഇത് പണി. അവിടെ ബെസീസോ ട്രാപ്പ് കണ്ടുവച്ചിട്ടുണ്ട്, ട്രാപ്പ്. ഇവിടെ ഇത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷയമാണ്. വെട്ടിക്കഴിഞ്ഞാൽ ഇത് വെട്ടിയിട്ട് ഡബിൾ അറ്റാക്ക് വരും, കണ്ടോ, ഡബിൾ അറ്റാക്ക്. സോ ഏതെങ്കിലും ഒരു പീസ് ഇവിടെ പോകും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനെന്താ കുഴപ്പമില്ല, ഡയറക്റ്റ് വന്നിട്ട് ഈ ക്യൂനെ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും തീർന്ന് ഫിനിഷ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെയാണ് വിഷയം. ഇത് കണ്ടോ, നൈറ്റ് G5 ത്രെട്ടാണ് ക്യൂന്, വിത്ത് ഡബിൾ ത്രെട്ടാ, ചെക്ക്മേറ്റ് ത്രെട്ടാ. സോ ക്യൂനെ എങ്ങോട്ടും മാറ്റുവാണെങ്കിൽ ചെക്ക്മേറ്റ് ആവും, ഇല്ലെങ്കിൽ ക്യൂൻ പോവും. സോ അതുകൊണ്ടാണ് അത് കളിക്കാത്ത കേട്ടോ. സോ അതാണ് കളിക്കാത്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ കളിച്ച് നമുക്ക് നോക്കാം. ഇവിടെ കളിച്ച മൂന്ന് പറയുമ്പോഴത്തേക്കും H6 ആണ്. ആ നൈറ്റ് G5നെ പ്രിവെന്റ് ചെയ്യണം കേട്ടോ, നൈറ്റ് G5നെ പ്രിവെന്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം എന്താ കളിച്ചെന്ന്. ഇവിടെ ലാസ്റ്റ് ഡെവലപ്പ് അല്ലാത്ത പീസ് ഏതാ, അത് തന്നെ കളിച്ചു. D2. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് വേണം നോക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല, നോർമൽ മൂവ്സ് ആണ് ഇതൊക്കെ. സോ അവർ എന്തിനാണ് A4 പുഷ് ചെയ്തത്, എന്തായിരിക്കും A4ന്റെ ഐഡിയ? A4ന്റെ ഐഡിയ ഒന്നുമില്ല. ഈ ബിഷപ്പ് ഇവിടെ ഒന്ന് ത്രെട്ട് വന്നല്ലോ, അപ്പം B5 പുഷ് ചെയ്ത് നമുക്ക് എൻ പാസിന് വെട്ടാൻ പറ്റും. അതുകൊണ്ടാണ് A4 കളിച്ചത്. സോ പക്ഷേ സ്റ്റിൽ ഇവിടെ കളിച്ച മൂന്ന് ബിഷപ്പിനെ കളിച്ചു, കണ്ടോ, ബിഷപ്പിനെ കളിച്ചു, അറ്റാക്ക് ചെയ്തു, വെട്ടി. ഇപ്പം രണ്ട് ത്രെട്ടാണ്. ഓക്കെ, ഇപ്പം രണ്ട് ത്രെട്ടല്ല, മീൻസ് വെട്ടി ഇപ്പം രണ്ട് ത്രെട്ടായി, കണ്ടോ, രണ്ട് ത്രെട്ടാണ് കണ്ടോ, സിമ്പിൾ. സോ ഇവിടെ എന്ത് കളിക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ നൈറ്റിനെ എടുക്കാം, ഇല്ലെങ്കിൽ ബിഷപ്പിനെ എടുക്കാം. ഇപ്പോൾ നൈറ്റിനെ എടുത്തൊരു പോൺ പോകും, അതുകൊണ്ട് തന്നെ സ്റ്റിൽ എന്നാലും കുഴപ്പമില്ല. ബിഷപ്പിനെ എടുത്തു, നൈറ്റിനെ മാറ്റി നമ്മുടെ ക്യൂവിനെ അറ്റാക്ക് ചെയ്തു. ഇവിടെ ക്യൂവിന് പല സ്ഥലത്തോട്ടും പോവാം. ക്യൂവിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ D2 ഇട്ടിട്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. സിമ്പിൾ അല്ലേ? ഇനി കുറച്ചുകൂടെ രസമാട്ടെ ഇത് നോക്കണം, എങ്ങനെ വെസൽസോടെ കാൽക്കുലേഷൻ നോക്കണം. ഭയങ്കര കാൽക്കുലേഷനാണ് പുള്ളി കളിക്കുന്നത്. ഇത് വലിയ മീൻസ് എന്താ പറയുക, അറ്റാക്കിംഗ് ഗെയിമൊന്നുമല്ല, പൊസിഷണൽ പ്ലേ ആണ്. നോക്കിയാൽ പൊസിഷനിലാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് പൊസിഷണൽ പ്ലേ കളിക്കും, നോക്കണം, രസമാണ്. സോ നൈറ്റിനെ മാറ്റിയിട്ടു. സോ നമുക്ക് എന്ത് കളിക്കാൻ പറ്റും? സ്റ്റിൽ ആ പിന്നിനെ യൂസ് ചെയ്തിട്ട് B4 പുഷ് ചെയ്തുകൊണ്ടോ, ഈ പിന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വെട്ടാൻ പറ്റില്ല, അതുകൊണ്ട് ആ പിന്ന് യൂസ് ചെയ്തുകൊണ്ട് തന്നെ B4 പുഷ് ചെയ്തു, കണ്ടോ. സോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഇപ്പം നോക്കി രണ്ട് നല്ല സ്ട്രോങ് പോണായി, പിന്നെ ഈ പോണും അത്യാവശ്യം നല്ല സ്കോഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ത്രെട്ടാണ്, ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓടിക്കഴിഞ്ഞാൽ ഇത് പോവും. സോ അതുകൊണ്ട് തന്നെ ഇവർ ക്യൂവിന് E7 ഇട്ടു, സപ്പോർട്ട് കൊടുത്തു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണമെങ്കിൽ ഇത് പുഷ് ചെയ്യായിരുന്നു. പുഷ് ചെയ്താൽ ചിലപ്പോൾ വല്ല വിഷയം വരുമോ? പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നോക്കാം. മേ ബി നൈറ്റ് ആക്റ്റീവ് സ്കോറിലോട്ടെല്ലാം വരാൻ സാധ്യതയുണ്ട്, പിന്നീട് പ്രഷറൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇങ്ങോട്ടൊക്കെ. അതുപോലെ പിന്നെ ഈ പോൺ വീക്ക് ആവും, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്കൊന്നും ഇത് കൃത്യം എനിക്കറിയത്തില്ല, പക്ഷെ അതാണ് സംഭവം കേട്ടോ. അതുകൊണ്ട് തന്നെ ക്യൂൻ ഇത് കളിച്ചു. ഇവിടെ കളിച്ച മൂവ് എന്ന് പറയുമ്പോൾ ക്യൂൻ B2 ആണ്. എന്തായിരിക്കും ഈ മൂവ് കളിക്കാനുള്ള മാനദണ്ഡം നിങ്ങൾക്ക് പറയാമോ? ഒരു സൈലന്റ് മൂവ് ആണല്ലേ, സൈലന്റ് മൂവ്. മേ ബി ഇവർക്ക് പിന്നെ പുഷ് ചെയ്യായിരുന്നു വേണമെങ്കിൽ, പക്ഷെ അതൊന്നും കളിക്കാതെ ക്യൂൻ B2 കളിച്ചു. എന്തായിരിക്കും ക്യൂൻ B2? ഇതിനെ പ്രിവെന്റ് ചെയ്യണോ? അല്ല, മേ ബി ഇതിനെ അറ്റാക്ക് ചെയ്താൽ പോലെയാണ് ക്യൂൻ C2 കൊടുത്തിട്ട്. ഇവിടെ എന്താ കളിച്ചെന്ന് വെച്ചാൽ ഇത് വെക്കേറ്റ് ചെയ്ത് സ്ക്വയറിന് എന്തിനു വേണ്ടി, നൈറ്റിന് വേണ്ടി വെക്കേറ്റ് ചെയ്ത്. നൈറ്റ് കണ്ടോ, നൈറ്റിന് വേണമെങ്കിൽ ഒരു ടൂർ കൊണ്ടുപോകാം നമുക്ക്. ഇതാണ്ടോ, നൈറ്റ് ഇവിടെ കളിച്ചു, എന്നിട്ട് ഇവിടെ കളിച്ചു, എന്നിട്ട് ഇവിടെ വരാൻ പറ്റും. നല്ല D6 സ്കോറൊക്കെ ഭയങ്കര വീക്കാണ്. ഇതൊരു ഫ്യൂച്ചർ പ്ലാൻ ആണ്, ബട്ട് നടക്കണമെന്നില്ല, ബട്ട് നല്ലൊരു പ്ലാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവർ ബിഷപ്പ് പോൺ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. ഇപ്പം വേണമെങ്കിൽ നൈറ്റ് D2 ഇടാം, പക്ഷെ അപ്പോൾ ഈ പോൺ പോകും. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ മൂവ്, ബ്രില്യൻ മൂവ് കളിച്ചു. ബ്രില്യൻ്റ് അല്ല, ഒരു ഗ്രേറ്റ് മൂവ് കളിച്ചു പുള്ളിക്കാരൻ. റൂക്കിനെ ഇവിടെ ഇട്ടു. എന്തിനായിരിക്കും ഓപ്പൺ ഫയലർ റൂക്കിനെ എന്തിനാ ഇട്ടത്? പോൺ സപ്പോർട്ട് ചെയ്തു. ഇനി നൈറ്റിനെ മാറ്റിക്കഴിഞ്ഞാൽ പോൺ പോകത്തില്ല. ഓക്കെ, റൂക്കിനെ കൊണ്ടുവന്നു സെൻട്രലിലോട്ട്. നമ്മുടെ പ്ലാൻ നോക്കുന്ന സെയിം പ്ലാൻ, നൈറ്റ് D2. എന്തിനാണ് ഇവിടെ കളിക്കാനാണ്, അതുപോലെ ഒരു C4 സപ്പോർട്ടും കൂടിയാണ് കേട്ടോ. സോ നമുക്ക് നോക്കാം എന്താ കളിച്ചതെന്ന്. ഇവിടെ അവർ കളിച്ച മൂവ് ബിഷപ്പ് E6, പോൺ അറ്റാക്ക്. നൈറ്റിനെ ഇനി ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല, നൈറ്റ് പോൺ പോകും. സോ അഗെയിൻ വി ആർ ഗോയിങ് ഫോർ ദ അറ്റാക്ക്. B5, നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു, നൈറ്റ് B8 പോകുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് പിന്നെ ട്രാപ്പായി പോകും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ പെട്ടിരുന്ന് പോകും. സോ B6 കളിച്ചു. നമുക്ക് നോക്കാം, വേണേ എഞ്ചിൻ ഓണാക്കി നോക്കാം എന്താ സംഭവിക്കുന്നത് നൈറ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ. കേട്ടോ, നമുക്ക് നോക്കാം. നൈറ്റിന് മേ ബി ഇവിടെ, സോറി, നൈറ്റിന് മേ ബി ഇവിടെ കളിക്കാന്ന്. ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ എന്താ വിഷയം നോക്കട്ടെ. എഞ്ചിൻ എന്താണ് പറയുന്നത്? എഞ്ചിൻ പറയുന്നത് 1+ ആണ് കാണിക്കുന്നത്. നൈറ്റിനെ
A5 വീടാണ് കേട്ടോ, വലിയ കുഴപ്പമില്ല, ബട്ട് എന്നാലും ബാഡ് തന്നെ. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ അത് കളിച്ചു. ഇവിടെ കളിച്ച മൂവ് നിങ്ങൾ കണ്ട മൂവാണ് ഇപ്പം. ക്യൂൻ B4 കളിച്ചു. പക്ഷെ നോർമലി അങ്ങനെ ഹ്യൂമൻസ് ആരും അങ്ങനെ ചെയ്യാറില്ല, കാരണം ഒരു ഡയറക്റ്റ് ഒരു പിന്ന് കൊണ്ട് വെച്ച് കൊടുക്കുക ഡയറക്റ്റ് ആയിട്ട് അല്ലേ. ഇവിടുത്തെ ബെസ്റ്റ് മൂവ് ഇത് തന്നെയാണ്, ഒരു പിന്നിങ് വെച്ച് കൊടുക്കുക. അപ്പം നോക്കുമ്പോൾ ആരാണ് ഈ പിൻ ചെയ്യുന്ന, പിന്ന് മനപ്പുറം കൊണ്ട് വെച്ച് കൊടുക്കുക, കാരണം ഈ പോണിനെ പുഷ് ചെയ്യാൻ പറ്റില്ല, ഇവൻ എന്തായി കാണിക്കുന്നത്. പക്ഷെ ഒരു ത്രെട്ട് എന്ന് വെച്ചാൽ റൂക്ക് പ്രഷർ ചെയ്യും ഇവിടെ കേട്ടോ, അതുകൊണ്ട് റൂക്ക് സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട്. സോ അപ്പം എന്ത് കളിച്ചോ നമുക്ക് നോക്കാം ഗൈസ്, എന്തായിരിക്കും കളിച്ച് കാണുക. ഇവിടെ കളിച്ച മൂന്ന് പറയുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്തു, കിങ് സൈഡിലോട്ട് അറ്റാക്ക് കൊണ്ടുവരും. കണ്ടോ B5 ഇത് കളിച്ച് F5 കളിച്ചിട്ട് പുഷ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമ്മൾ വെസ്ലിസോ പിന്നെ ആ നമ്പർ എടുക്കുകയാണ്, അവന്റെ ഐറ്റം നമ്പർ 3 നൈറ്റ് B3. പിന്നിനെ പിന്നെ യൂട്ടിലൈസ് ചെയ്യണ്ട, പിന്നെ ആയതുകൊണ്ട് തന്നെ ഈ പോണോ കേട്ടാ പറ്റില്ല, ഈ സ്കോർ ഫ്രീ, അതുകൊണ്ട് തന്നെ നൈറ്റിനെ നല്ല ആക്റ്റീവ് സ്കോറിലോട്ട് കൊണ്ടുവന്ന്. കണ്ടോ ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. സോ നൈറ്റിനെ അവർ ഡെവലപ്പ് ചെയ്തു, കാരണം ഇവിടെ ഇരുത്തിക്കൊണ്ടിരുന്ന ഒരു രക്ഷയില്ല, ഈ പോൺ എന്തായാലും പോകും, അതുകൊണ്ട് തന്നെ പോണിനെ വെട്ടി വെട്ടി അവര് റൂക്ക് കൊണ്ട് അറ്റാക്ക് ചെയ്തു. ഇപ്പൊ ഒരു സൂപ്പർ മൂവ് കളിക്കും വെസ്ലിസോ, എന്താ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉം. എന്തായിരിക്കും വെസ്ലി കളിച്ച മൂവ്? റൂക്ക് ഇൻറ്റു A4, ഒരു പോണിനെ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഈ ബിഷപ്പ് പോകുന്നു, ബിഷപ്പ് പോവും. ആ ഇൻസൈൻ കാൽക്കുലേഷൻ കണ്ടോ ഇവിടെ, ഇത് ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. ഒരു ആ ലാസ്റ്റ് മൂവരെ കാൽക്കുലേറ്റ് ചെയ്തില്ലെങ്കിൽ, ആ ഒരു മൂവ് കളിച്ചില്ലെങ്കിൽ ഈ കളി ഏകദേശം ഡ്രോയിഷ് ആയി പോവും, ജയിക്കത്തില്ല. ഇത്രയും കൊണ്ടുവന്ന ജയിക്കാൻ, ഡ്രോയിഷ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല, രണ്ടു പിന്നെയും കളിച്ചെടുക്കണം ഡ്രോ. സോ ഇൻസൈൻ കാൽക്കുലേഷൻ നോക്കിയാൽ റൂക്ക് വെട്ടി, പോൺ ബുഷ്, ക്യൂനെ എന്തായാലും വെട്ടും, ക്യൂനെ വെട്ടി. ഇപ്പൊ രണ്ടുപേർക്ക് അറ്റാക്ക് ആണല്ലോ, അതുകൊണ്ട് തന്നെ റൂക്കിനെ മാറ്റിയിട്ടു. നൈറ്റ് നൈറ്റിനെ വെട്ടി, റൂക്ക് കൊണ്ട് ഈ പോണിനെ വെട്ടി. കണ്ടോ നമ്മൾ വെട്ടി, ഇത് വെട്ടി. ഇപ്പൊ നോക്കി ഈ പൊസിഷൻ നോക്കിക്കേ, നൈറ്റിന് അറ്റാക്ക്, ഈ പോണിന് അറ്റാക്ക്, ഈ പോണിന് അറ്റാക്ക്, ഫുൾ എന്താ വെച്ചാൽ ബ്ലാക്ക് ഏകദേശം എല്ലാം തകർന്നിരിക്കുന്ന പോലെ, വൈറ്റ് എല്ലാം തകർന്ന പോലെ ഉണ്ടല്ലേ. കാരണം ഇതൊക്കെ ഇനി പാസ്സായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ എന്തായിരിക്കും ബ്ലാക്ക് വൈറ്റ് കണ്ടുപിടിച്ച റിസോഴ്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവോ? ഒരു ബ്രില്യൻ മൂവ്. ഈ ഒരു മൂവ് കാൽക്കുലേറ്റ് എടുത്തില്ലെങ്കിൽ ഇവിടെ കളി മേ ബി ചിലപ്പോൾ ബ്ലാക്ക് ജയിക്കാൻ വരെ സാധ്യതയുണ്ട്. സോ അതാണ് നോക്കി, ഈ പീസ് അറ്റാക്ക് ആണ്, പോൺ അറ്റാക്ക് ആണ്, ഈ പോൺ അറ്റാക്ക് ആണ്. അപ്പൊ എന്തായിരിക്കും ഇവിടെ വെസ്ലിസോ കണ്ടുപിടിച്ച വെസ്ലിസോ ബ്രില്യൻ ഒരു മൂവ് കളിക്കും ഇവിടെ. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓക്കെ, വേണേൽ പോസ് ചെയ്ത് നോക്കിക്കോ. ഇത് കണ്ടുപിടിക്കാൻ അടിപൊളി. പിന്നെ അത് മാത്രമല്ല, ഇനിയിപ്പം ഈ പോൺ ത്രെട്ട് അതുകൊണ്ട് റൂക്കിനെ മാറ്റാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. പിന്നെ ഇത് പുഷ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്, ഒരുപാട് ത്രെഡ്സ് വരാൻ സാധ്യതയുണ്ട്. സോ എന്തായിരിക്കും ഇവിടെ കളിച്ച ബ്രില്യൻ മൂവ്, നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഗൈസ്, നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, ചിലപ്പം അതൊരു നമുക്കൊരു സപ്പോർട്ടാവും, വീഡിയോ ചെയ്യാൻ മോട്ടിവേഷൻ ആവും. ഓക്കെ, താങ്ക് യു. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് മൂവ് കണ്ടിന്യൂ ചെയ്യാം. എന്താന്ന് വെച്ചാൽ ദ റുക്ക് C1, കിഡിലെ മൂവ്, കിഡിലോസ്കി മൂവ്. വെട്ടാൻ പറ്റില്ല, വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ വരും സാധനം. കണ്ടോ, ഈ പോണ വെട്ടിയാലും അതൊക്കെ തന്നെ, ഈ പോണ വെട്ടിയാൽ ബിഷപ്പ് പോവും. സോ കണ്ട ബ്രില്യൻ, ഈ ഒരു മൂവ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവിടെ എൻജിൻ പറയുന്ന 5+, അങ്ങനെ കണ്ടാണ് വൈറ്റിന് പറയുന്നത്, അല്ലെങ്കിൽ ജസ്റ്റ് 0 0 0 0 കാണിക്കുന്നത്. 0 0 അല്ലെങ്കിൽ പോയിന്റ് സംതിങ് ഒക്കെ ഉള്ളൂ. സോ ബ്രില്യൻ മൂവ് ആണ്, അതുകൊണ്ട് തന്നെ ബിഷപ്പ് E6 ഇട്ടു, ഡയറക്റ്റ് റൂക്ക് C8 പോയി. റൂക്കിന് അറ്റാക്ക് ആണല്ലോ, എന്തായാലും വെട്ടി 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 നൈറ്റ്, സോറി B6 ഇട്ടൂടെ. ഇനി അടുത്ത മൂവില് പോൺ പൊസിഷൻ ഇതാണ്. ഇപ്പം മേ ബി ഇനി കിങ് വന്നാൽ പോലും നൈറ്റ് B6 C5 ഇട്ടിട്ട് ഇത് പുഷ് ചെയ്യും. കണ്ടോ, ഇനിയിപ്പോൾ കിങ് വന്നാൽ പുഷ് ചെയ്യും, വെട്ടിയേ പറ്റൂ. നൈറ്റ് അപ്പായി ഈസിലി വിന്നിങ് ആണ്. കിങ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നാൽ മതി. കണ്ടോ. സോ ഇവിടെ ഇത് പ്യുവർ കാൽക്കുലേഷൻ ബേസ് ആണ് കളി. കാറ്റലാൻ ഓപ്പണിങ്ങിൽ എനിക്ക് തോന്നുന്നു പുള്ളി ഒരു മൂവ് മാറ്റി കളിച്ചു, നോർമലി ക്യാസിലാ ചെയ്യേണ്ടത് അവിടെ. അതിന് പകരം പുള്ളിക്കാരൻ കളിച്ച മൂന്ന് പറയുമ്പോഴത്തേക്കും ക്യൂൺ C2 ആണ്. ബട്ട് ഇവരൊക്കെ ഇൻസൈനായിട്ട് ഓപ്പണിംഗ് ഒക്കെ പഠിച്ചതായിരുന്നു. അപ്പം നമ്മളും കുറച്ച് ഓപ്പണിങ്സ് ഒക്കെ പഠിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ വേണമെങ്കിൽ ട്രാൻസ്പോസ്, ഇപ്പൊ വേണമെങ്കിൽ ഇത് കാറ്റലാൻ ഓപ്പണിംഗ് ആണ്, എന്ന് വെച്ചാൽ D4 D5 വരാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നൈറ്റ് F3 കളിക്കാം, നൈറ്റ് F6 E6, സോറി ഇനിയിപ്പം C4 E6 G3, ഇങ്ങനെയൊക്കെ വരാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ ഇതൊരു മൂവ് ഓർഡർ ആണ്. ഇല്ലെങ്കിൽ മേ ബി D4 D5 C4 E6 വരാം. എന്നിട്ട് വേണം ഡയറക്റ്റ് G3 കളിക്കാം. ഇവൻ നൈറ്റ് F3 നൈറ്റ് F6 G3 കളിക്കാം. ഇതൊക്കെ കാറ്റലാൻ്റെ ഒരുപാട് വേരിയേഷൻസ് ആണ് കേട്ടോ. സോ ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ കാറ്റലാനാവും. മേ ബി ഇവിടെ ബിഷപ്പ് ഇത് കളിച്ചിട്ട് ഇത് കളിച്ചു, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കളിച്ചു, കാസിൽസ് കാസിൽസ്. ഇതൊരു കൈൻഡ് ഓഫ് ക്ലോസ്ഡ് കാറ്റലാൻ ആണ് കേട്ടോ. സോ ബിഷപ്പിനെ ഓക്വേർഡ് പൊസിഷൻ വെക്കാന്നാണ് പറയുന്നത് ഇവിടെ.
ഇവിടെ വെച്ചാൽ നൈറ്റിന് ബെസ്റ്റ് സ്കോറാണ് ഇവിടെ. സോ അതൊക്കെ കൊണ്ട് തന്നെ ഇത് കളിക്കും. ഉടനെ ഇവിടെ സാധാരണ നൈറ്റ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത് ബിഷപ്പ് ഇവിടെ ഇവിടെയൊക്കെ വരാറുണ്ട് കേട്ടോ. സോ നമുക്ക് നോക്കാം. നല്ലൊരു ഓപ്പണിംഗ് ആണ് കാറ്റലാൻ. പിന്നെ ഇതുപോലത്തെ കിടിലൻ ഗെയിംസുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളെ അറിയാൻ പറ്റും ആൾക്കാർക്ക് നമുക്ക് കാണുന്നുണ്ടെന്ന്. ഉറപ്പായിട്ടും കമൻറ്റ് റിപ്ലൈ തരുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഉറപ്പായിട്ടും നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിരിക്കും. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ടിൽ ദെൻ ബൈ ബൈ.